അപ്പം ടൊവിനോയുടെ പുതിയ സിനിമ നടിഗർ, അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ എങ്ങനെയുണ്ട്, ആരൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയുണ്ട് എന്നൊക്കെ നോക്കാം. അതിൽ മെയിൻ ടൊവിനോ, സോബിൻ, ഭാവനയുടെ കംബാക്ക് മൂവി ആയിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റുമോ നമുക്ക് നോക്കിക്കളാം. ഇടയ്ക്ക് വേറെ ഒരു മൂവി വന്നിരുന്നു ഭാവനയുടെ, പക്ഷേ റിയലൈസ് ചെയ്തില്ല. സംതിങ് ഹൊറർ. ഹൊറർ അത് ഞങ്ങൾ കണ്ടിന്യൂ ഞാൻ വല്ലാണ്ട് പോയി. അതെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് ട്രെയിലറിലേക്ക് നേരിട്ട് തന്നെ പോവാം. പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കി അണിയിച്ച് എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എനിക്ക് മുമ്പ് വന്ന ചില ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ടല്ലോ, തല്ലുമാലയൊക്കെ പോലെ. മുഹമ്മദ് ഷാഫിയുടെ എനിക്ക് തല്ലുമാലയുടെ ആ ഇതാണ് ഓർമ്മ വരുന്നത്. ആക്ടറായിട്ട് സെറ്റിലൊക്കെ വന്നലമുണ്ടാക്കുന്ന ഒരാളാണെന്ന് പൊതുവെയുള്ള ദൗർഭാഗ്യവശാൽ തന്റെ സിനിമാ സഹപ്രവർത്തകനായ ഒരു സഹോദരന്റെ ചെറിയൊരു കുട്ടി അന്ന് കാർ ഓടിച്ചിരുന്നത് ഞാനായിരുന്നു. നല്ല കോസ്റ്റ്യൂംസ്, കുറെ നല്ല കോസ്റ്റ്യൂംസ്, ഡിഫറെന്റ് കോസ്റ്റ്യൂംസ് ആണ്. സൗബിന് വേറെ ലുക്ക്, സിൽവർ ഹെയർ ആയിട്ട്. ആദ്യത്തെ 3 സൂപ്പറാണ്. ഞാൻ എന്ന് സൂപ്പർ സ്റ്റാറായി അന്ന് തന്റെ പണിവായി. സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രവും. സ്റ്റാലിൻ സ്വാസ്കി, ബോളോസ്വാസ്കി, ആശാമർ തട്ടകം അതൊരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അവസാനമായിട്ട് അയ്യേ എന്താണ് സിംഹാസനം രാമോ, അതൊന്നും ഒരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ലാൽ ജൂനിയർ സിനിമ എല്ലാം നല്ലതാണ്. അപ്പൊ അതേ ട്രാക്ക് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു തോന്നുന്നു. കോസ്റ്റ്യൂംസ് എല്ലാം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഭയങ്കര വെറൈറ്റി, കുറെ ആനിമേ തീംസിലൊക്കെ ഉള്ള കോസ്റ്റ്യൂംസ് ഉണ്ട്. തമിഴ്, തെലുങ്ക്, മൾട്ടി ലാംഗ്വേജ് ആയിട്ടാണ്. ഇത് എനിക്ക് തോന്നുന്നു ആനിമേ തീമിലാണ് കുറച്ച് എടുത്തിരിക്കുന്നത്. സോബിന്റെ ഹെയർ സ്റ്റൈൽ കണ്ടു കഴിഞ്ഞാൽ ആ സിൽവർ ഹെയർ, അതുപോലത്തെ അവരുടെ കോസ്റ്റ്യൂംസ്, അതെനിക്ക് തോന്നുന്നു ലാൽ ജൂനിയറിന്റേതായോണ്ടായിരിക്കും എന്തോ വേറെ തോട്ട് പ്രോസസ്സില് നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് ഈ പാട്ട് മാത്രം അവർ ഈ പറഞ്ഞ ഒരു ആനിമേ രീതിയിൽ നോക്കിയിട്ടുണ്ട്. ഒരു വെറൈറ്റി ഉണ്ട് മൊത്തത്തിൽ കാണാൻ ഡെഫിനറ്റ്ലി തോന്നുന്നുണ്ട്. കാരണം നമ്മള് ലാൽ ജൂനിയറിന്റെ ഫസ്റ്റ് സിനിമ തൊട്ട് ഹണിബി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വെറൈറ്റിയിലായിട്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അതിനുശേഷം വന്നിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ്, അതിലും ആക്ടറിന്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അതുപോലെ തന്നെ എനിക്കൊന്ന് ആനിമേ പിന്നെ ഒരു ആക്ടറിന്റെ സ്റ്റോറി ഈ ഒരു മിക്സിലാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത് എന്നുള്ളത്. ഇത് കഥ എന്താണെന്ന് പ്രത്യേകിച്ച് മനസ്സിലാവുന്നൊന്നുമില്ല, ഒരു ഐഡിയ കിട്ടുന്നില്ല. ഒരാൾ സൂപ്പർ സ്റ്റാർ ആയി പിന്നെ അയാളുടെ ആക്ടിങ് പോരാന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞു, അതുപോലെ എന്തോ ആയിട്ടാണ് തോന്നിയത്. അത് ആസിഫ് അലിയുടെ അതുപോലത്തെ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വേറെ ലാംഗ്വേജസിലാണെങ്കിലും ഉണ്ട്. പക്ഷെ അത് മാത്രമാവാൻ വഴിയില്ല, എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടാവണമല്ലോ, കാരണം അത് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുള്ള ഒരു തീമാണ്. പിന്നെ ലാൽ ജൂനിയറിന്റെ മോസ്റ്റ്ലി സിനിമകളെല്ലാം പോപ്പുലർ ട്രെൻഡ്, അതുപോലത്തെ ഡയലോഗ്സ് എല്ലാം പോപ്പ് കൾച്ചർ ബേസ് ചെയ്തിട്ട്, പിന്നെ സ്റ്റോറിയും അത്രയ്ക്ക് നല്ല എൻഗേജിങ് ആയിട്ടുള്ള സംഭവമൊക്കെ. അപ്പോൾ ആ ട്രാക്ക് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ ടൊവിനോ, ഭാവനയുടെ ഇതുണ്ട്. ഭാവനയുടെ ജസ്റ്റ് ഒരു ഒറ്റ ഡയലോഗേ ഉള്ളൂ, എത്രത്തോളം ഉണ്ടെന്നുള്ള. അതെ, വൈറ്റ് ഹെയർ ഒക്കെ ആയിട്ട് സിൽവർ ഹെയർ ആയിട്ട് ഭയങ്കര ഡിഫറെന്റ് മൂക്കുത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, അപ്പം ആ രീതിയിൽ നല്ല പ്രോമിസിംഗ് ആയിട്ടുണ്ട്. തിയേറ്ററിൽ വരുമ്പോൾ അറിയാം. അതെ, തല്ലുമാല പോലെ തിയേറ്റർ എക്സ്പീരിയൻസ് വിഷ്വൽസിന് വേണ്ടിയിട്ട് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ കളേഴ്സും എടുത്തിരിക്കുന്ന രീതിയും അതും ഇതൊക്കെ തന്നെ. സ്റ്റോറി വലിയതായിട്ട് ഇമ്പാക്ട്ഫുൾ അല്ലെങ്കിലും ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കാണേണ്ട സിനിമ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു ഇത്രയും കണ്ടിട്ട്. സോങ്സ് ഒന്നും കണ്ടിട്ടില്ല, ഒന്നും വന്നില്ല. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ചുണ്ടായിരുന്നു, മേ ബി 1-2 നല്ല സോങ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെ, അപ്പോൾ കണ്ടറിയാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ടിൽ ദെൻ ബൈ.